എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആദ്യം നമ്മൾ കേട്ടത് എന്താണ്? ഈ റിനി ജോർജ് എന്ന് പറയുന്ന AK സെന്ററിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. അതിന് സത്യമല്ലേ? പറയുന്ന പാലക്കാട് MP ആണ്. ഇത് കോൺഗ്രസിനകത്തെ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്ന എന്തുകൊണ്ട്? ഒരു ക്രിമിനൽ ബുദ്ധി കോൺഗ്രസിലുണ്ട്. ആ ക്രിമിനൽ ബുദ്ധിയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഈ ക്രിമിനൽ സംഘം കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്ലാസ് എടുക്കാൻ വിളിക്കുക. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിലോ സംസ്ഥാന കമ്മിറ്റിക്കോ ക്ലാസ് എടുക്കാൻ വിളിക്കുക. അബോർഷന്റെ ക്ലാസ്സാണ് എടുക്കേണ്ടത്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഇങ്ങനെ അപജയപ്പെട്ട ഒരാൾ പാലക്കാട് MLA ആയിട്ട് നടക്കണമെന്ന് വീട്ടിൽ ഇരിക്കരുത്. കോൺഗ്രസ്സുകാരെ അളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ സതീശനൂടെ കേരളം മുഴുവൻ നടക്കണം. ഇപ്പൊ ഇങ്ങനൊരു കാര്യം വന്ന ഉടനെ CPM ഇങ്ങനെ ആക്രമിക്കുകയാണ്. ഞങ്ങളെ കുറെ നേതാക്കന്മാരുടെ പേരങ്ങ് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വട്ടപൂജയാവും. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് CPM നിലപാട് അത്തരത്തിൽ ആരോപണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണല്ലോ ശ്രീ കേൾകുമാർ. ആ ബോധ്യം രാഹുലിന് ബാധകമാണോ? ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അയാളുടെ സ്ഥാനം ഏതാണെങ്കിലും ജനപ്രതിനിധിയുള്ള സ്ഥാനം ഏതാണെങ്കിലും ആദ്യം ചെയ്യുന്ന കാര്യം അധികാര സ്ഥാനമാണ് രാജിവെപ്പിക്കും. 2 പാർട്ടിപരമായ നടപടി വരും. എന്നിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ, ഇപ്പൊ ഇവിടെ ഒരു പേര് പറഞ്ഞു, മറ്റു വ്യക്തികൾ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ ശാരീരികമായി ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്ന പരാതി പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല. എന്തോ എങ്ങനെ K ശശിയില്ല. ഈ മുകേഷ് പാർട്ടി മെമ്പർ അല്ലല്ലോ. മുകേഷ് പാർട്ടി മെമ്പർ അല്ലെന്ന് ഞാനിതല്ലേ പറയണത്. മുകേഷ് MLA പാർട്ടി മെമ്പർ അല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതുകൊണ്ടാണോ രാജിവെക്കാത്തത്? അവരുടെ പേരില് നമ്മൾ ഈ അവസരവാദ ധാർമ്മികത എന്ന് പറഞ്ഞ് അങ്ങനെ പറയരുത്. നമ്മൾ ഈ സ്ത്രീത്വത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം പറയുന്നത്, മുകേഷ് പാർട്ടി മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും പീഡിപ്പിക്കാൻ പറ്റത്തില്ല. ആർക്കായാലും സ്ത്രീകളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇത്തരം ഒരാളെ ആ പാർട്ടിയിൽ നിലനിർത്താൻ പറ്റുമോ? എങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കുമോ? ആ നോട്ടീസിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ ചേർക്കാനാകുമോ? അതോ ഞങ്ങൾക്ക് ഇപ്പോൾ ക്രിമിനൽ കേസ് പ്രകാരം ഒരിടത്തും വന്നിട്ടില്ല, പാർട്ടിക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ല, അതിനടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. അനിൽകുമാർ എന്നോട് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ചിട്ട് പീഡനവീരനായിട്ടുള്ള ആൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ചിട്ടൊക്കെ നടപടി എടുത്തോളാം. ഇവിടെ പീഡനവും ബലാത്സംഗവും ഒക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണോ? അത് പിന്നെ മുകേഷ് ബലാത്സംഗ കേസിൽ ഒളിവിൽ പോവുകയും പിന്നീട് കോടതിയിൽ കേസും നിലവിലുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾ അയാളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഭരണഘടന അനുസരിച്ചിട്ട് പീഡനവും ബലാത്സംഗവും ചെയ്യുന്നവരെ സംരക്ഷിക്കാമെന്നുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ഞങ്ങൾ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞങ്ങളെ ഒരു പരിധിക്കപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾക്ക് വന്നിട്ടുള്ള ഒരു ജാഗ്രതക്കുറവ്, ഒരു വീഴ്ച, അതിന്റെ പേരിൽ പാർട്ടി ആകമാനം തീരുമാനിച്ചാണ് നടപ്പാക്കിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയണം. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. കോൺഗ്രസിലെ VD സതീശനുള്ള നേതാക്കന്മാർ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പീഡകർക്ക് പിന്തുണ കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുതലാളി മറന്നുപോയതാ. ശശിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാ? അതിനുശേഷം CKP പത്മനാഭൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശശിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളുണ്ടല്ലോ. തന്റെ മകൾക്കെതിരെ പോലും ശശി നടത്തിയിട്ടുള്ള ആക്ഷേപത്തെ കുറിച്ചിട്ട്, അപ്പോ അദ്ദേഹം രോഗിയാക്കപ്പെട്ട സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ ശശിയെ ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉപദേശകനായിട്ട്, രാഷ്ട്രീയ ഉപദേശകനായിട്ട് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ ശശിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നൽകുന്ന സംരക്ഷണമാണോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ എന്നെ കൊണ്ടും നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയിപ്പിക്കും. നമുക്ക് അങ്ങനെയല്ല ഇത് പറയേണ്ടത്. ഇനി കോൺഗ്രസിനകത്ത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അതിന് കാരണം കോൺഗ്രസിനകത്ത് അത്തരം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ പിണറായി വിജയൻ ഇരിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇരിക്കുകയും നിൽക്കണമെന്ന് പറയുമ്പോൾ നിൽക്കുന്നതല്ല. ഇനി പാർട്ടി ക്ലാസ്സുകൾക്ക്, അതായത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പാർട്ടി ക്ലാസ്സുകൾ എടുക്കാനായിട്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിടണം എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ മഹിളാ അസോസിയേഷന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വിടുന്നത് ശശിയെയും PK ശശിയെയും മുകേഷിനെയും ഗണേഷിനെയും ശശീന്ദ്രനെയും ശ്രീരാമകൃഷ്ണനെയും അതുപോലെ തോമസ് ഐസക്കിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ആർഷോയൊക്കെയാണോ?
ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.